ഒരു പശുവാണെങ്കിൽ പോലും മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് വേണമെങ്കിൽ അന്നാരാജനെ പോലെയോ അല്ലെങ്കിൽ ഹണി റോസിനെ പോലെയോ ഇരിക്കണം. ഇപ്പോൾ കാര്യം കുറച്ചൊക്കെ വ്യക്തമായി കാണും. ശരിക്കും അവര് ഒരു ഉദ്ഘാടന റാണിമാരായിട്ട് പോകുമ്പോൾ അവരുടെ ചില ശരീരഭാഗങ്ങൾ ഏച്ചുകെട്ടി മുഴപ്പിച്ചു വച്ചിരിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് പശു വിൽപ്പനയുടെ കാര്യത്തിലും. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈകാരികമായിട്ട് ഒരു വിഷ്ണു എന്ന് പറയുന്ന യുവ ക്ഷീര കർഷകൻ ഒരു വീഡിയോ പങ്കുവച്ചു. അവൻ സ്വയം ഒരു പാൽ അഭിഷേകം നടത്തി. അതുപോലെ തന്നെ ആ പാൽ സൊസൈറ്റിയിലുള്ള അംഗങ്ങളുടെ ഒരു പ്രസ്താവനയും കൂടെ പറഞ്ഞു. ഞാൻ ഇവിടെ കൊടുക്കുന്ന പാല് എല്ലാം പിരിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ആ ഒരു വിഷമം തീർക്കുകയാണ് ഞാനിവിടെ എന്ന് പറഞ്ഞിട്ടാണ് പാല് കൊണ്ടുവന്ന പാല് മുഴുവൻ തലവഴി അങ്ങ് ഒഴിച്ചത്. വളരെയധികം വൈകാരികമായിട്ട് പ്രതികരിച്ചതും സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ആ ഒരു വീഡിയോ ഏറ്റെടുത്തതും. അപ്പോൾ മേൽപ്പറഞ്ഞ വിഷ്ണു നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഒരു ക്ഷീര കർഷകൻ ആയിട്ടാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. വിഷ്ണു വെറും ഒരു എന്താണ് പറയുക, പശു കർഷകനാണ്. തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു വിൽപ്പന നടത്തുന്ന വെറും ഒരു കച്ചവടക്കാരൻ. അപ്പോൾ കച്ചവടക്കാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ പ്രൊഡക്റ്റ് കയ്യിൽ നിന്ന് പോവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്നാരാജനും അതുപോലെ ഹണി റോസും തൻ്റെ ശരീരഭാഗങ്ങൾ മുഴുപ്പിച്ച് കാണിക്കുന്നത് പോലെ പശുവിൻ്റെ ഒന്നും മുഴുപ്പിച്ച് കാണിക്കാൻ പറ്റില്ല, നമുക്ക് കെട്ടിവെക്കാൻ പറ്റില്ല. കാരണം വാങ്ങാൻ വരുന്നവർ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് അതിനെ കണ്ട് അതിൻ്റെ ശരീരപുഷ്ടിയും അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളും എല്ലാം കണ്ടിട്ട് തന്നെയാണ് ഒരു പശുവിനെ വാങ്ങാൻ വരുന്നയാൾ ഒരു വിലയിടുന്നത്. അതായത് വരുന്നവനും, അതായത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും രണ്ടു കൂട്ടർക്കും നഷ്ടം ഉണ്ടാവരുത്. എപ്പോഴും കൊടുക്കൽ വാങ്ങലുകൾ സുതാര്യമായിട്ട് തന്നെ നടക്കണം. എങ്കിൽ മാത്രമേ ഏതൊരു കച്ചവടവും മുൻപോട്ട് പോവുകയുള്ളൂ. ഇവിടെ വിഷ്ണു ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അവന് തന്നെ വലിയൊരു കുഴി കുഴിച്ച പോലെയായിപ്പോയി. അവൻ്റെ ഉഡായിപ്പ് കാണിച്ചിട്ട് അവന് തന്നെ വലിയൊരു പണി കിട്ടി. കാരണം ആ ഒരു സൊസൈറ്റിയിൽ പാല് തലയ്ക്കൊഴിക്കുന്ന വീഡിയോ അവൻ പബ്ലിഷ് ചെയ്തതോടുകൂടി തന്നെ ഒരുപാട് പേര് ആ ഒരു ഏരിയയിൽ പോയി. കൊല്ലം കൂനയിൽ ആണ് കേട്ടോ ഈ ഒരു പാൽ സൊസൈറ്റി ഉള്ളത്. അവിടെ ചെന്ന് ആ ഒരു സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരുപാട് ആളുകളുമായിട്ട് കുറച്ച് യൂട്യൂബേഴ്സ് സംസാരിച്ചു. അവരിൽ നിന്നും മനസ്സിലാക്കിയൊരു കാര്യം, ഈ മേൽപ്പറഞ്ഞ വൈകാരികമായിട്ട് പ്രതികരിച്ച വിഷ്ണു ഒരു ക്ഷീര കർഷകനല്ല, അവനൊരു പശു കച്ചവടക്കാരൻ മാത്രമാണ്. നമുക്കറിയാം, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ അത് ആരംഭിക്കുന്നത് ഒരു പൊക്കിൾക്കൊടി ബന്ധമാണ്, അല്ലേ? ആരംഭം അവിടെ നിന്നാണ്. അപ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് കൃഷിയിൽ നിന്നാണ്, കാർഷിക മേഖലയിൽ നിന്നാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ കൃഷിയും അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ഷീരമേഖലയിൽ അങ്ങനെ പറയാൻ കരുതി ഒരു കർഷകരുമില്ല. പണ്ട് കാലത്ത് വീടുകളിൽ പശു ഉണ്ടായിരുന്നവർ ഒരുപക്ഷെ ഇപ്പോഴും പശുക്കളെ വളർത്തുന്നുണ്ടാവാം. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജയറാമിനെ പോലെയുള്ള എന്താ പറയുക, അങ്ങനെ വലിയ ആളുകൾ പാഷൻ്റെ പുറത്ത് ചെയ്യുന്ന ഫാമുകൾ ഉണ്ടാവാം. ഇനി അതും അല്ലെങ്കിൽ പാല്, തൈര്, അതുപോലെ വെണ്ണ, നെയ്യ് അതൊക്കെ പ്രോസസ്സൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വലിയ രീതിയിൽ ഫാം നടത്തുന്നുണ്ടാവാം. അല്ലാതെ ചെറിയ രീതിയിൽ ആളുകൾ ഒന്നും ഇപ്പോൾ സൊസൈറ്റിയിലേക്കൊന്നും പാല് കൊടുക്കാൻ കരുതി ഒരു മൃഗങ്ങളെയും ആരും വളർത്തുന്നില്ല. നമ്മളൊക്കെ നമ്മുടെ ചുറ്റുവട്ടം നോക്കിയാൽ അറിയാം. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് തിരിച്ച് വിഷ്ണുവിലേക്ക് വരാം. വിഷ്ണു എന്ന് പറയുന്ന എന്താ പറയുക, പശു കച്ചവടക്കാരൻ. നേരത്തെ പറഞ്ഞ പോലെ അന്നാരാജൻ്റെയും ഹണി റോസിൻ്റെയും പേരൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് വലിച്ചഴച്ചതെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. കാരണം പശുവിനെ വിൽപ്പന ചരക്കാക്കി നിർത്തുമ്പോൾ കാണാൻ വരുന്നവർക്ക് കണ്ണിനൊരു കുളിർമയൊക്കെ വേണ്ടേ? അതിനു വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുന്ന പശുക്കളെ ഈ വിദ്വാൻ 3-4 ദിവസം കറക്കില്ല.
പശുവിനെ കറന്ന് അതിൻ്റെ പാല് കളയുകയോ സൊസൈറ്റിയിലേക്ക് കൊടുക്കുകയോ ചെയ്യില്ല. അല്ലാതെ പശുവിനെ നിർത്തി അതിൻ്റെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും. അല്ലെങ്കിൽ ആവശ്യക്കാർ, ഇപ്പോൾ നമുക്കറിയാം എല്ലാം ഓൺലൈനാണല്ലേ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും കൂട്ടായ്മകളൊക്കെ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ഇവൻ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മേൽപ്പറഞ്ഞ പശുവിൻ്റെ മെഴുപ്പും പുഷ്ടിമയും ഒക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ഇട്ടുകൊടുക്കും. അതുകൂടാതെ ഈ പശുവിനെ 4-5 ദിവസം കഴിയുമ്പം ഇവൻ കറന്നിട്ട് ഈ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കും. ഒരു സൊസൈറ്റിയിൽ പാൽ അവർ കളക്ട് ചെയ്യുന്ന ഒരു ക്യാൻ എന്ന് പറയുന്നത് 40 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ 39 ലിറ്റർ ശുദ്ധമായിട്ടുള്ള പാല് അതിൽ നിറച്ച് കഴിയുമ്പം ഇവൻ കൊണ്ടുപോകുന്ന 1 ലിറ്റർ പാൽ ഒഴിച്ചാൽ ആ 39 ലിറ്റർ പാലിൻ്റെയും കാര്യം എന്തായിത്തീരും അല്ലേ? അത് കംപ്ലീറ്റ് വേസ്റ്റാണ് അല്ലേ? എത്രമാത്രം മനുഷ്യത്വമില്ലാത്ത പണിയാണ് ഇവനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു അമ്മയായിട്ടുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ഒരു പകൽ മുഴുവൻ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അല്ലേ? പാല് കിട്ടാത്ത കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട്, നമ്മുടെ ബുദ്ധിമുട്ട്, അതുമൂലം പാല് കെട്ടിക്കിടന്നിട്ടുണ്ടാവുന്ന ഇൻഫെക്ഷൻ, ബാക്കി കാര്യങ്ങൾ വേറെ. ഇതെല്ലാം ആ പശു അനുഭവിക്കുന്നുണ്ട്. പശുവിനെ വെറും ഒരു വിൽപ്പന ചരക്കാക്കി കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ഇനി ആ വിദ്വാൻ ചെയ്ത ഒരു വിൽപ്പനയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. മേൽ പറഞ്ഞ പോലെ പശുവിൻ്റെ നല്ല എന്താ പറയുക, പുഷ്ടിമയും എല്ലാമുള്ള ശരീരഘടന മൊത്തത്തിൽ കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോ എല്ലാം എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. ഒരാൾ ആ വീഡിയോ കണ്ടിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പശുവിനെ വാങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ 10 ലിറ്റർ പാലാണ് ഈ വിദ്വാൻ പശുവിന് കിട്ടും എന്ന് പറഞ്ഞത്. പശുവിനൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അല്ലേ, അതിൻ്റെ ശരീരപുഷ്ടിമയും എത്ര ലിറ്റർ പാല് കിട്ടും ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അതിന് വില നിശ്ചയിക്കുന്നത്, കൊടുക്കുന്നയാളും വാങ്ങുന്നയാളും. ഇവനെ പോലുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ ഒരു വ്യക്തി പശുവിനെ വാങ്ങുന്നത് ഒരിക്കലും പാഷൻ്റെ പുറത്ത് വാങ്ങിക്കൊണ്ട് പോകുന്നതല്ല. അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നവരോ ഒന്നുമല്ല വാങ്ങുന്നത് അല്ലേ? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. അതും നിസാര പൈസയൊന്നുമില്ല. ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു പശുവിന് സ്റ്റാർട്ടിങ് തന്നെ 40,000 50,000 ഒക്കെ വിലയുണ്ട് ഒരു പശുവിനെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും വിലയൊക്കെ കൊടുത്ത് ഒരാൾ എത്രമാത്രം പ്രതീക്ഷയോട്, പറയുമ്പോൾ ഒരു പശുവല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ തന്നെയും മിണ്ടാപ്രാണിയാണെങ്കിൽ പോലും നമ്മളതിനെ കൊണ്ടുപോകുന്നത് നമ്മളുടെ കാര്യങ്ങളും കൂടി നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ 10 ലിറ്റർ കിട്ടും, 20 ലിറ്റർ കിട്ടും എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ ശരീരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നാരാജനെ പോലെയും ഹണി റോസിനെ പോലെയൊക്കെ മുഴുപ്പിച്ച് എക്സ്പോസ് ചെയ്ത് അങ്ങ് പ്രദർശന വസ്തുവാക്കി കാണിച്ച് വീഡിയോകളെല്ലാം എടുത്ത് ഒക്കെ പശുവിനെ വിൽപ്പിക്കാനായിട്ട് നിങ്ങൾ ഒക്കെ ഇട്ടിട്ട് ആ ഒരു വ്യക്തി ആ വീഡിയോ കണ്ട് പശുവിനെ വാങ്ങിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് വെറും 3 ലിറ്റർ പാലാണ്. 3 ലിറ്റർ പാല്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏത് ബിസിനസ്സിലായാലും പ്രത്യേകിച്ച് നമ്മുടെ യുവ സംരംഭകർക്ക് എത്രയും വേഗം പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അല്ലേ? ഇന്ന് രാത്രി നേരം വെളുത്ത് നാളെ നേരം പുലരുമ്പോഴേക്കും എനിക്ക് കോടീശ്വരനാവണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യവും സുതാര്യമായിട്ട് ഒരു ബിസിനസ് കൊണ്ടുപോയാൽ അതിൻ്റെ വളർച്ച പതുക്കെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഗ്രാഫ് എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കും. അല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ ആർക്കും കോടീശ്വരനാവാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കെട്ടിപ്പൂട്ടി വീട്ടിലിരിക്കേണ്ടി വരും.